ഈ ബസ്സിലെല്ലാം കയറി ഇടിയും തള്ളലും എല്ലാം കൊണ്ട് നേരെ ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള ഗായത്രി റെസ്റ്റോറൻറ്റിൽ ചെന്നങ്ങ് ഇറങ്ങി. അവിടെ ചെന്നിട്ട് ആ ക്ഷീണം മാറ്റാനായിട്ട് ഒരു ഉഴുന്നോടെ ഒരു ചായ എടുത്ത് കുടിച്ചൊരു 3 പൊറോട്ട പാഴ്സലും വാങ്ങി. പിന്നെ അതിനോടൊപ്പം ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരാൾക്ക് കൊടുക്കാം, ഞാൻ കാണിച്ചു തരാം ആർക്കാണെന്ന്. പിന്നെ ഇതാ ഈ സ്റ്റെപ്പ്, ഇത് കാണുമ്പോഴാണ് തളർച്ച കൂടുതലാവണത്. പിന്നെ ഈ സ്റ്റെപ്പ്, ഞാൻ ഈ മാസത്തിൻ്റെ സാലറി പറഞ്ഞത് എനിക്ക് ഈ സ്റ്റെപ്പ് കയറുന്നത് കൊണ്ടാണ്, ഇവിടെ ലുലുവിൽ ജോലി ചെയ്യണോണ്ടാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ സ്റ്റെപ്പെല്ലാം കയറിപ്പോവും. പിന്നെ ഈ ഏണിപ്പടി കയറുന്നതെല്ലാം ഒരു ഏണി വേറെ, ഈ ഒരു ഏണിയിലങ്ങ് തീരണം, വേറൊരു ഏണിയും വരരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താ, ഞാൻ ഒരു കേക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല, അതിപ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുക്കും, നിങ്ങൾ നോക്കിക്കോട്ടെ. ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല കേട്ടോ, എനിക്കെന്തോ അങ്ങനെ കൊടുക്കണമെന്ന് തോന്നി, ഞാൻ അങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. പാവാ മോള് സന്തോഷത്തോടു കൂടി വാങ്ങി. ആ സന്തോഷത്തോടു കൂടി ഞാൻ നടന്നു നീങ്ങിയപ്പോൾ ഇതാണ്ടേ വരണ പിള്ളേർ, അവന്മാർ പണിയെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോകണം. എനിക്ക് ഇന്നോട് പണി തുടങ്ങാൻ. പിന്നെ ഇതാ ഈ കാണുന്ന വേലി ഇപ്പം കണ്ടതിന് പിന്നെ കാണാൻ പറ്റില്ല, കാരണം ഇനി നാളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ ഇതിലോട്ടെങ്ങാനും കയറിപ്പോയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അത് നടക്കൂലല്ലോ, വന്ന ജോലി നടത്താമെന്നും പറഞ്ഞ് നടന്ന്. പിന്നെ ലിപ്സ്റ്റിക്ക് കെട്ടുന്നുണ്ട്, കൊള്ളാം കുഴപ്പമില്ല, ഇത്തിരി സ്റ്റൈലൊക്കെ കാണിച്ച് നടന്ന് വന്ന്. രാവിലെ ചായയും വടയൊക്കെ കുടിച്ച് വയറും മണ്ണൊക്കെ കൂടിയതാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ കയറും. ആ കയറും. ഓക്കെ, പിന്നെ നടക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ എൻ്റെയും.